ശ്രീ രാജു പി നായർ. ഇപ്പോൾ ഇടതുമുന്നണി, ഇപ്പോൾ വസീഫ് ഈ ചർച്ചയിൽ അങ്ങനെ കണക്കുകൾ പറഞ്ഞില്ലെങ്കിൽ പോലും ഇടതുമുന്നണി ക്യാമ്പിലുള്ള ഒരു ആലോചനയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഏതാണ്ട് ഇപ്പോൾ 98 സീറ്റുകൾ കഴിഞ്ഞ തവണ അവർക്കുണ്ടായിരുന്നു. അതിലൊരു 30 സീറ്റ് അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടേക്കാം. അങ്ങനെയാണെങ്കിലും UDF നിന്നൊരു 8 സീറ്റ് കൂടി പിടിച്ചെടുത്ത് ചെറിയ ഭൂരിപക്ഷമാണെങ്കിൽ പോലും മൂന്നാം വട്ടവും അധികാരത്തിൽ തുടരാൻ കഴിയും എന്നൊരു കണക്ക് കൂട്ടൽ അവർക്കുണ്ട്. പക്ഷേ UDF ക്യാമ്പിൽ വേറൊരു തരത്തിലാണ്. അതായത് കോൺഗ്രസ് വിജയം ഉറപ്പിച്ചു കഴിഞ്ഞ പോലെ, വലിയ ഭൂരിപക്ഷം കിട്ടിയതുപോലെ മുഖ്യമന്ത്രി ആരാകണം എന്നതിലേക്കൊക്കെ തർക്കങ്ങളും ചർച്ചകളും ഒക്കെ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്ന സമയമാണ്. ഇത്രയധികം ആത്മവിശ്വാസം നൽകുന്ന ഘടകം എന്താണ് വോട്ട് എണ്ണിത്തീരും മുൻപേ മുഖ്യമന്ത്രിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പാകത്തിൽ കോൺഗ്രസിൽ സംഭവിച്ചത്? അല്ല, കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകളൊന്നും നടക്കുന്നില്ല. അതിനകത്തൊന്നും യാതൊരു തർക്കവും വേണ്ട. ഒരു ചർച്ചയും അത്തരത്തിലുള്ള നടക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ വോട്ടെടുപ്പ് കഴിഞ്ഞു. ഇനി ജനാധിപത്യപരമായിട്ട് തന്നെ ആ മെയ് 4-ന് ജനവിധി എന്താണെന്ന് കൃത്യമായിട്ട് ഔദ്യോഗികമായി പുറത്തേക്ക് വരിക, അതിനുവേണ്ടി കാത്തിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നയം. പക്ഷേ അതിനിടയ്ക്ക് പാർട്ടി അകത്തും പാർട്ടിയുടെ വിലയിരുത്തലുകളുണ്ടാവും. ആ പാർട്ടിയുടെ വിലയിരുത്തലുകളിൽ ഞങ്ങളെ സംബന്ധിച്ചോളം വളരെ കൃത്യമായിട്ട് ഞങ്ങൾ ഒരു 100 സീറ്റിനടുക്കുന്ന ഒരു ഭൂരിപക്ഷത്തോടുകൂടി ഞങ്ങൾ തിരിച്ച് അധികാരത്തിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. പിന്നെ വസീഫ് 2021-ലെ ഞങ്ങളുടെ കണക്കിനെ സംബന്ധിച്ചാണ് പറയുന്നത്. 2021-ലെ കണക്ക് പറയുമ്പോൾ വസീഫ് പറയുന്നത് ശരിയാണ്. ഞങ്ങൾ അന്ന് ജയിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചുള്ള വലിയ ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ തോറ്റുപോയി. പക്ഷെ 2021-ന് ശേഷം ഇങ്ങോട്ട് നടന്ന തെരഞ്ഞെടുപ്പുകൾ മുഴുവൻ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടത് വസീഫിനല്ലേ. വസീഫിനെ പോലുള്ള CPM നേതാക്കന്മാർ എത്ര തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന് പറഞ്ഞു? നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം ജയിക്കുമെന്ന് വിശ്വസിച്ചു. നിലമ്പൂർ ഉൾപ്പെടെ ജയിക്കുമെന്ന് വിചാരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് വിചാരിച്ചു. അവസാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടക്കം തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സുസംഘടിതമായ സംഘടനാ സംവിധാനമുള്ള, എന്തും എണ്ണയിട്ട യന്ത്രം പോലെ ചലിപ്പിക്കാൻ കഴിയുന്ന കാഡറുള്ള ഒരു പാർട്ടിക്ക് സമാനതകളില്ലാത്ത പരാജയം ഉണ്ടാവുമല്ലേ. 175ഓളം പഞ്ചായത്തുകൾ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ 2021-ലെ വസീഫ് ഓർമ്മിപ്പിക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷം ഉണ്ടായ കാര്യങ്ങൾ വസീഫ് ഓർക്കണമെന്ന് മാത്രം എനിക്ക് പറയാം. അത് വളരെ നമ്മൾ ഒരു ആർഗ്യുമെൻ്റ് പുറത്ത് ഞാൻ പറയുന്നു. പെരിഫറലായിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷക്കാലം ഞങ്ങൾ ഉയർത്തിയിരുന്ന മുദ്രാവാക്യങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. ജനങ്ങൾ അതിനെ സംബന്ധിച്ച് UDFന് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട്. ഒരേ ഒരു ഉപതെരഞ്ഞെടുപ്പിലാണ് തോറ്റത്. ആ ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ തോൽക്കുമ്പോൾ പോലും അത് ഏകദേശം 28,000 വോട്ട് അവരുടെ ഏറ്റവും എന്താ പറയുക അടിത്തറയുള്ള, അവരുടെ വലിയ കാഡറുള്ള പാർട്ടി സംവിധാനങ്ങൾ അത്രമാത്രം വലിയ സ്വാധീനമുള്ള ചേലക്കരയിൽ പോലും 28,000 വോട്ട് കുറയ്ക്കാൻ സാധിച്ചു. അപ്പോൾ നമ്മൾ ഒരു സിമ്പിൾ ലോജിക്ക് വെച്ച് നോക്കിയാൽ അത്രമാത്രം സംഘടനാ സംവിധാനമുള്ള അടിത്തറയുള്ള ഒരു മണ്ഡലത്തിൽ 28,000 വോട്ട് കുറയ്ക്കാൻ സാധിച്ചുവെങ്കിൽ അതിലൊരു പകുതി പോട്ടെ, ഒരു 15,000 വോട്ട് മറ്റ് മണ്ഡലങ്ങളിൽ വ്യത്യാസം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ എത്ര സീറ്റ് അവരുടെ കയ്യിൽ നഷ്ടപ്പെടുന്നുള്ളൊരു പെരിഫറലായിട്ട് വേണം നമുക്കൊരു കണക്ക് പറയാം. പക്ഷെ ഞാൻ കുറച്ചുകൂടി ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിലും ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് തട്ടിച്ചു നോക്കിയല്ല, മറിച്ച് 2019-ലെയും 2024-ലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ടാണ് ഞാൻ തട്ടിക്കുന്നത്. കാരണം വെച്ചാൽ നമ്മളെപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും എല്ലാം ഡിഫറെൻറ്റ് ഫോർമാറ്റാണെന്ന് പറയും. പക്ഷെ 2024-ൽ നടന്ന 26-ൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫോർമാറ്റ് കൊണ്ട് 2019-ലും 2024-നോടും ചേർന്നാണ് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ്? കേരളം ഇടതുപക്ഷ സ്വഭാവമുള്ള മതേതര കേരളമാണ്. ഇടതുപക്ഷ സ്വഭാവം എന്ന് പറയുന്നത് CPMനോ CPIക്കോ മാത്രം അവകാശപ്പെട്ടതല്ല. ഇടതുപക്ഷം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പൊസിഷനിങ് ആണ്. ആ രാഷ്ട്രീയ പൊസിഷനിങ് ഉള്ള ഒരു ജനത 2019-ലും 2021-ലും കോൺഗ്രസിനെയും UDFനെയും പിന്തുണച്ചതിൻ്റെ കാരണം മതേതരത്വം നിലനിർത്താൻ, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സംഘപരിവാർ വിരുദ്ധതയ്ക്ക് നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്നത് കോൺഗ്രസ് ആണ്, UDF ആണെന്നുള്ള കൃത്യമായ രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ രാഷ്ട്രീയ ബോധ്യം അത് മാത്രമല്ല, വലിയൊരു ചെറുപ്പക്കാർ ഒരു വിഭാഗം ഉണ്ടായി. ആ ചെറുപ്പക്കാർ മുഴുവൻ UDFനെ പിന്തുണച്ചതിൻ്റെ കാര്യം RSS നേതൃത്വം കൊടുക്കുന്നൊരു ഗവൺമെൻറ് BJPയുടെ അധികാരത്തിൽ വന്നാൽ അവരുടെ ജീവിതത്തെ, അവരുടെ സ്വാതന്ത്ര്യത്തെ, അവരുടെ ലൈഫ് സ്റ്റൈലിനെ അതെങ്ങനെ ബാധിക്കുമെന്നുള്ള കൃത്യമായ ബോധ്യങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് ഈ പറയുന്ന ജനങ്ങൾക്ക് മുഴുവൻ, CPMകാർക്ക് പോലും UDFനെ പിന്തുണയ്ക്കാൻ യാതൊരു പ്രശ്നവുമില്ലാതെ അവർ പിന്തുണച്ചത്. അതേ ഫോർമാറ്റാണ് 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം CPMൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് മുഴുവൻ RSSന്റെ സ്വരമായിരുന്നു. വേഷം നോക്കി സ്ഥാനാർത്ഥി തീവ്രവാദികളെ തിരിച്ചറിയാമെന്ന് BJP കേന്ദ്രത്തിൽ പറയുമ്പോൾ ഇവിടെ പേര് നോക്കി തീവ്രവാദികളെ തിരിച്ചറിയാമെന്ന് കേരളത്തിലെ ഒരു മന്ത്രി സജി ചെറിയാൻ പറയുകയായിരുന്നു. ഗുജറാത്തിൽ അഹമ്മദ് പട്ടേൽ വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ നയം നടപ്പിലാകുമെന്ന് അമിത്ഷാ പറയുമ്പോൾ കേരളത്തിൽ UDF അധികാരത്തിൽ വന്ന ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം കൈകാര്യം ചെയ്യുമെന്ന് പറയുകയാണ്.
അതുപോലെ തന്നെ മലപ്പുറം ഒന്നൊരു നാടിനെ മുഴുവൻ ഭീകരവാദികളെ ചിത്രീകരിക്കാൻ പ്രിയങ്കയും രാഹുലും മത്സരിച്ചപ്പോൾ അവിടെ കണ്ട മുസ്ലിം ലീഗിന്റെ പതാക എടുത്തുകൊണ്ട് പാകിസ്ഥാൻ രാഹുലിനും പ്രിയങ്കയ്ക്കും വേണ്ടി പ്രചാരണം നടത്തുന്നുവെന്ന് RSS പറയുമ്പോൾ കേരളത്തിൽ മലപ്പുറം എന്ന് പറയുന്ന ഒരു പ്രദേശം ഭീകരവാദികളുടെ പ്രദേശമാണെന്നും അവിടെ നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെ എല്ലാം ദേശവിരുദ്ധതയ്ക്കാണ് ഉപയോഗിക്കുന്നതും പിണറായി വിജയൻ പറയുകയാണ്. അപ്പോൾ CPM-ന്റെയും RSS-ന്റെയും ശബ്ദം ഒന്നായി മാറിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. ഒരു ഘടകം. അതുകൊണ്ട് തന്നെ മതേതര വിശ്വാസികൾ, പ്രത്യേകിച്ച് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ന് പിണറായി വിജയനെ വിശ്വസിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ CPM-നെ വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പോയി എന്നുള്ളത് അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. 2021 ഞാൻ അല്പം സ്വയം വിമർശനാത്മകമായിട്ടും അല്ലെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ഒരു ലൈൻ ക്രോസ് ചെയ്താണ് ഞാൻ പറയുന്നത്. 2021 ശബരിമലയെ സംബന്ധിച്ച് CPM എടുത്ത നിലപാട് അത് ഒരു യുവജനങ്ങളിൽ വലിയ രീതിയിൽ അവരെ സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം ഒരു പുരോഗമനപരമായിട്ട് നിൽക്കുന്ന ഒരു സമൂഹം, അതിനകത്ത് ഒരു പ്രതീക്ഷ ഈ LDF-ന്റെ ആ നിലപാടുകൾ കണ്ടു എന്നുള്ളത് സത്യമാണ്. പക്ഷേ 2026 തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴത്തേക്കും ആ ശബരിമലയിലെ നിലപാടിൽ നിന്ന് CPM പിന്നോക്കം പോയി എന്നുള്ളതും, CPM ഇന്ന് RSS-നേക്കാൾ അല്ലെങ്കിൽ ചിലപ്പോൾ കോൺഗ്രസിനേക്കാൾ ശക്തിയോടുകൂടി ആചാര സംരക്ഷണത്തിന് വേണ്ടി വാദിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മാറ്റി കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ. അല്ല, ഞാൻ അതിലേക്ക് പോകുന്നില്ല ഗോപികൃഷ്ണൻ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ തെരഞ്ഞെടുപ്പിന്റെ യുവതീ പ്രവേശന നിയമം ഞാൻ അംഗീകരിച്ചുകൊണ്ടാണല്ലോ പറയുന്നത്. അതെ, CPM ഉദ്ദേശിച്ചതിനെ പുരോഗമനപരമായ ഒരു നടപടിയായിട്ടാണ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ രാജു പി നായർ കാണുന്നത്. കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടുകൾക്ക് വിരുദ്ധമായി. ഗോപികൃഷ്ണൻ, ഞാനത് അംഗീകരിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ പാർട്ടി സ്റ്റാൻഡിൽ നിന്ന് അല്പം ഓവർ സ്റ്റെപ്പ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അപ്പം അതുകൊണ്ട് ഞാനത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ അവിടെ ഉണ്ടായ CPM-ന്റെ ഒരു മാറ്റം, ആ മാറ്റം കാരണം UDF ആദ്യം തന്നെ എടുത്തിരുന്ന നിലപാടതാണ്. അതുകൊണ്ട് ഒരു കാര്യം, UDF എടുത്തിരുന്ന നിലപാടതാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇതുണ്ടാവും. പക്ഷേ ഇവിടെ വലിയൊരു ഇരട്ടത്താപ്പ് സംഭവിച്ചു. 4 വോട്ടിന് വേണ്ടി നിലപാട് മാറ്റില്ല എന്ന് പറഞ്ഞവർ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വത്തെയും നയത്തെയും തന്നെയും അട്ടിമറിക്കുന്ന കാഴ്ചകളുണ്ടായി. അതുകൊണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ചെറുപ്പക്കാർ RSS-ഉം BJP-യും വന്നാൽ അവരുടെ സ്വാതന്ത്ര്യം കവർന്നെടുക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ചെറുപ്പക്കാർ ഇപ്രാവശ്യം അതേ വികാരം പിണറായി വിജയനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ കാണാൻ ആഗ്രഹിക്കുന്നത് 2019-ലെയും 2024-ലെയും നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അതേ ഫോർമാറ്റിലാണ്. കാരണം ജനങ്ങൾക്ക് അവരുടെ കേരളത്തിന്റെ സമാധാനാന്തരീക്ഷത്തെ തകർക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധരായ ഒരു കൂട്ടം ആൾക്കാരാണ് ഇന്ന് കേരളത്തിൽ ഭരണത്തിലിരിക്കുന്നത് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ കണ്ട പോലെ വലിയ രീതിയിലുള്ള ന്യൂനപക്ഷ വോട്ടുകളുടെ കൺസോളിഡേഷൻ UDF-ന് അനുകൂലമായിട്ട് ഇത്തവണ ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ 100 എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സാങ്കല്പികമായിട്ടുള്ള ഒരു ഫിഗർ അല്ല, പക്ഷെ മറിച്ച് വളരെ ലോജിക്കലായിട്ടുള്ള ഒരു ഫിഗർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.